ഹായ് ഗായ്സ്, എല്ലാവരും സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ ബുക്കൊക്കെ കവർ ചെയ്യുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് കവർ വെച്ചിട്ട് എങ്ങനെയാണ് നോട്ട് ബുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത്, ട്രാൻസ്പെറൻറ്റ് കവർ കിട്ടിയ ശേഷം ഈ ഒരു നോട്ട് ബുക്കിൻ്റെ അളവിൽ എത്ര നോട്ട് ബുക്സ് ഉണ്ടോ അത്രയും നോട്ട് ബുക്സിൻ്റെ അത്രയും അളവ് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് ഈ ഒരു ബൈൻഡിങ് അല്ലെ കവറിങ് ചെയ്യുന്ന പണി എളുപ്പമായിരിക്കും. ഈ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇതേപോലെ ബുക്സിൻ്റെ ഇടയിൽ കൂടി അത് മടക്കി കൊടുത്തിട്ട് ക്രോസ് ആയിട്ട് ഒന്ന് ഇതേപോലെ മടക്കിയിട്ട് നമുക്കവിടെ സ്റ്റാപ്ലർ കൊണ്ട് പിന്നെ ഇത് വെച്ചാൽ എളുപ്പമായിട്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പമുള്ള സംഭവമാണ് ഇത്. വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതൊന്നും ആവശ്യമല്ല. അപ്പോൾ പിന്നെ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ ഈ ഒരു അളവിൽ ഒരേ നോട്ട് ബുക്സ് ആണെങ്കിൽ ആ ഒരു അളവിൽ എത്ര നോട്ട് ബുക്സ് ഉണ്ടോ അത്രയും നോട്ട് ബുക്സിൻ്റെ അളവിൽ ആദ്യം തന്നെ ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് കവർ നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ എളുപ്പമായിട്ട് നമുക്ക് ഇതേപോലെ മടക്കി കഴിഞ്ഞ് അപ്പോൾ തന്നെ സ്റ്റാപ്ലർ വെച്ച് അടിച്ചാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ജോലി വളരെ എളുപ്പമായി കിട്ടും. പിന്നെ ഇതേപോലെ ചെയ്ത ശേഷം പിന്നെ ചെയ്യേണ്ടത് സ്റ്റാപ്ലർ പെട്ടെന്ന് തന്നെ അടിക്കുക എന്നാണ് മെയിൻ ആയിട്ടുള്ള പണി. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ജസ്റ്റ് ലൂസായി പോവും. അതിന് മുമ്പ് തന്നെ നമുക്ക് രണ്ട് സൈഡ്, അതായത് നോട്ട് ബുക്സിൻ്റെ രണ്ട് സൈഡും നമുക്ക് രണ്ട് സ്റ്റാപ്ലർ വെച്ചിട്ട് പിന്നെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തും പിന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു ജോലി വളരെ കഷ്ടമുള്ള ജോലിയായിട്ടൊന്നും കാണരുത്. അപ്പോൾ സിമ്പിളാണിത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് നെയിമും ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു നെയിം സ്ലിപ്പാണ്. അത് നമുക്കിപ്പോൾ ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ഈ ഒരു നെയിം സ്ലിപ്പ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ടാറ്റ.